സ്വാമി അയ്യപ്പനെയും ഈ ശബരിമല ക്ഷേത്രത്തെയും സങ്കീർണമായ ഒരു അവസ്ഥയിൽ എത്തിച്ച സർക്കാരാണിത്. എല്ലാ അയ്യപ്പ ഭക്തർക്കെതിരായി കേസ് നിൽക്കുകയാണ്. നാമജപ ഘോഷയാത്ര നടത്തിയ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ. 30 കൊല്ലമായിട്ട് ശബരിമലയുടെ വികസനത്തിന് ചെറുവിരലനക്കാത്ത സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി മാസ്റ്റർ പ്ലാൻ വെച്ചാൽ ഇത് അടുത്ത സർക്കാർ നടത്തിക്കോളും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാപട്യമാണ്, രാഷ്ട്രീയമായ മുതലെടുപ്പാണ്, കപടമായ ഒരു അയ്യപ്പ സ്നേഹമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയെ ഏറ്റവും സങ്കീർണമായ ഒരു അവസ്ഥയിൽ എത്തിച്ച മുന്നണിയും രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് CPM-ഉം LDF. അന്ന് സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് തിരുത്തിയിട്ടാണ് ആചാര ലംഘനം നടത്താൻ CPM നേതൃത്വം വഹിക്കുന്ന ഗവൺമെന്റ് കൂട്ടുനിന്നത്. ആ അഫിഡവിറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, LDF സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൌകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്, അന്ന് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ, നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ നടത്തിയ സമാധാനപരമായ സമരങ്ങളുടെ പേരിൽ എടുത്ത കേസുകൾ ഇതുവരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല. ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ? മാത്രമല്ല, ഈ സർക്കാർ വന്നതിന് ശേഷമാണ് തീർത്ഥാടനം പ്രതിസന്ധിയിലായത്. ഇപ്പോ പണ്ടുണ്ടാക്കിയ ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിൽ 48 ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ടത് എല്ലാ വർഷവും. അത് AK ആന്റണി സർക്കാർ വന്നപ്പോൾ അത് 82 ലക്ഷം രൂപയാക്കി മാറ്റി. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ സർക്കാർ ആ പണം അവിടെ കൊടുത്തിട്ടില്ല. ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടില്ല, ഒരു പണവും കൊടുത്തിട്ടില്ല. ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ചെറുവിരലനക്കാത്ത ഗവൺമെന്റാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, ശ്രീ VS ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ 112 ഏക്കർ സ്ഥലമാണ് ശബരിമലയുടെ വികസനത്തിനു വേണ്ടി ഏറ്റെടുത്തത്. കേന്ദ്ര അനുമതിയോടുകൂടി, വനം വകുപ്പിന്റെ അനുമതിയോടുകൂടി ഏറ്റെടുക്കുകയും സർക്കാർ അതിന് പകരമായി വനം വകുപ്പിന് ഭൂമി കൊടുക്കണം. ഇടുക്കി ജില്ലയിൽ 112 ഏക്കർ കേരള സർക്കാർ ഏറ്റെടുത്ത് അത് വനം വകുപ്പിന് കൊടുക്കുകയും ചെയ്തു പകരം. അവിടെ ധാരാളമായ വികസന പ്രവർത്തനങ്ങൾ, സ്വാമി അയ്യപ്പൻ റോഡ് ഉൾപ്പെടെ, ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉൾപ്പെടെ, നിരവധിയായ ആശുപത്രികൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സൌകര്യങ്ങൾ ആ ഗവൺമെന്റിന്റെ കാലത്താണ് ശബരിമലയിലെ വികസനം നടന്നത്. കഴിഞ്ഞ 9.5 വർഷക്കാലമായി ശബരിമലയിലെ വികസനത്തിന് ചെറുവിരൽ പോലും അനക്കാത്ത ഒരു സർക്കാരാണ്. അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പ സംഗമവുമായി വരുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാവും. അതുപോലെ തന്നെ മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഉടനെ തന്നെ പ്രഖ്യാപിക്കും, അടുത്ത മാസം പ്രഖ്യാപിക്കും. ഈ സമയത്ത് ലോക്കൽ ബോഡിയുടെ ഫണ്ടിൽ നിന്ന് പണമെടുത്ത് വികസന സദസ്സ് നടത്താൻ വേണ്ടിയിട്ട് സർക്കാർ ഇപ്പോൾ പറയാണ്. അതുമായിട്ട് ഞങ്ങൾ ഒരു കാരണവശാൽ സഹകരിക്കില്ല. ഒരു കാരണവശാൽ സഹകരിക്കില്ല. ഒന്ന്, കൃത്യമായിട്ട് ഇവർ പണം കൊടുത്തിട്ടില്ല. 9,000 കോടി കൊടുക്കേണ്ട സ്ഥലത്ത് 6,000 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റിൽ കൊടുക്കേണ്ട പണം ഡിസംബറിൽ കൊടുക്കുകയും, ഡിസംബറിൽ കൊടുക്കേണ്ട പണം മാർച്ചിൽ കൊടുക്കുകയും, മാർച്ചിൽ പണം കൊടുത്തിട്ട് തലേ ദിവസം ട്രഷറി അടയ്ക്കുകയും, പണം കൊടുത്തു പക്ഷെ ചെലവാക്കാൻ പറ്റില്ല, ട്രഷറി അടയ്ക്കുകയും ചെയ്തു. ഈ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ലോക്കൽ ബോഡികളെ, പ്രാദേശിക സർക്കാരുകളെ കഴുത്ത് ഞെരിച്ചു കൊന്ന സർക്കാരാണിത്. എന്നിട്ട് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പണം കൊടുത്തിട്ടില്ല. സ്വന്തം ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് വികസന സദസ്സ് നടത്താൻ, അതായത് മറ്റൊരു സദസ്സ് നടത്തിയല്ലോ, എന്താണ് നമ്മുടെ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് അത് തന്നെ നവകേരള സദസ്സ്, കേരളം മുഴുവൻ പ്രഹസനമാക്കി മാറ്റിയ, അതിന്റെ കണക്ക് ഇതുവരെ വെച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിരിവ് നടത്തി ഒരു സ്ഥലത്ത് കണക്ക് ഹാജരാക്കാതെ കോടികൾ വിഴുങ്ങിയ നവകേരള സദസ്സിന് സമാനമായി
ജനങ്ങൾ കൊടുക്കുന്ന, സാധാരണക്കാർ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് ഇനി എന്ത് വികസന സാധ്യത നടത്തേണ്ടത്? ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ അതും ഒരു രാഷ്ട്രീയമായി പണം ദുർവ്യയം ചെയ്യുന്ന രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ആ വികസന സദസ്സുമായി യോജിപ്പിക്കാൻ പറ്റും. ഇതാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്. പിന്നെ ഓണക്കാലമാണ്, എല്ലാ കാര്യങ്ങൾക്കും രൂക്ഷമായ വിലക്കയറ്റമാണ്. കഴിഞ്ഞ 7 മാസമായി ഏറ്റവും കൂടുതൽ റീറ്റെയിൽ പണപ്പെരുപ്പം ഉള്ള ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. 7 മാസമായിട്ട് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. ജൂണിലെ 6.71% നിന്ന് ജൂലൈയിലായപ്പോഴേക്കും 8.89% പണപ്പെരുപ്പം കൂടി. അരി, പച്ചക്കറി, പലവ്യഞ്ജനം, വെളിച്ചെണ്ണ, പഞ്ചസാര തുടങ്ങിയ മുഴുവൻ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചു. വെളിച്ചെണ്ണയുടെ വില എങ്ങോട്ട് പോയെന്നറിയാം. ആളുകൾ ഇപ്പോൾ വെളിച്ചെണ്ണയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ സെപ്റ്റംബർ തുടങ്ങിയുള്ളൂ, ഓണക്കാല ആദ്യത്തെ ആഴ്ചയാണ്. റേഷൻ വിതരണം മുടങ്ങി, നിരന്തരമായി റേഷൻ വിതരണം മുടങ്ങുന്നു. മഞ്ഞക്കാർഡ് ഉടമകൾക്കുള്ള സൌജന്യ ഓണക്കിറ്റ് വിതരണവും തുടങ്ങി. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് പറഞ്ഞു, റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾക്ക് ഇനി ഫീസ് ഏർപ്പെടുത്തില്ല. ഭക്ഷ്യവകുപ്പ് വലിയ അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത്, റേഷൻ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾക്ക് ഇനി കാശ് ഏർപ്പെടുത്തില്ല. അതൊരു നേട്ടമായിട്ടാണ് 6 മാസം മുമ്പ് പറഞ്ഞത്. ഇന്നലെ വീണ്ടും അതിൽ ഫീസ് ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഓണക്കാലം വിലക്കയറ്റം ഇല്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ അവകാശവാദം യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ നാണ്യപ്പെരുപ്പമുള്ള സംസ്ഥാനം കേരളമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ കണക്കുകൾ വെച്ചാണ് ഞങ്ങൾ പറയുന്നത്. മാത്രമല്ല, രൂക്ഷമായ കരിഞ്ചന്ത മാർക്കറ്റിലുണ്ട് ഓണക്കാലത്ത്. ആ ബ്ലാക്ക് മാർക്കറ്റിന്, കരിഞ്ചന്തയെ നിയന്ത്രിക്കാനുള്ള, വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. അല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിന്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഞങ്ങൾ UDF എല്ലാ കാലത്തും അവിടുത്തെ അയ്യപ്പ ഭക്തരുടെ അഭിപ്രായങ്ങൾക്കൊപ്പം, അവരുടെ നിലപാടുകൾക്കൊപ്പം പരസ്യമായി നിലപാടെടുത്തുന്ന ആളുകളാണ്. അതിനെതിരായിട്ട് നവോത്ഥാന സമിതി ഉണ്ടാക്കിയ ആളുകളാണ് CPM-കാർ. ആ നവോത്ഥാന സമിതി പിരിച്ചുവിട്ടിട്ടില്ല. ആചാര ലംഘനം നടത്തിയത് ശരിയാണ് എന്ന് വാദിച്ചുകൊണ്ടാണ്, അതിന് പിന്തുണയുമായിട്ടാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത്. അല്ലെ, നവോത്ഥാന സമിതി ഉണ്ടാക്കിയതും കേരളത്തിൽ മതിൽ തീർത്തതും ആചാര ലംഘനം ശരിയാണ്, ആകാശം ഇടിഞ്ഞു വീണാലും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ അഭിപ്രായം മാറ്റിയോ? അത് പറയണ്ടേ? അവരൊരു സുപ്രഭാതത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് 9 കൊല്ലം നടക്കാത്ത അയ്യപ്പ സംഗമം 10ാമത്തെ കൊല്ലം എങ്ങനെ നടത്തുന്നത്? 9 കൊല്ലം ഇല്ല, 10ാമത്തെ കൊല്ലം പെട്ടെന്നൊരു അയ്യപ്പനോടുള്ള ഒരു ഭക്തി, അത് എവിടെ നിന്നാണ് അത് ഉറവെടുത്തതെന്ന് നമ്മൾ അറിയണ്ടേ? കേസുകൾ പോലും പിൻവലിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വരെ കേസുണ്ട്. ഇപ്പോഴും എല്ലാവർക്കും എതിരെ കേസുകളുണ്ട്. ഇവർക്കെതിരെ അടൂർ പ്രകാശിനെതിരെ, CPM-നെതിരെ ഒക്കെ കേസുണ്ട്. അല്ല, ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ. അതിന് രാഷ്ട്രീയ സമ്മേളനമൊന്നുമല്ല അവിടെ നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ നടക്കുന്നത് രാഷ്ട്രീയ സമ്മേളനമൊന്നുമല്ലല്ലോ. രാഷ്ട്രീയ സമ്മേളനം ഞങ്ങൾ പറഞ്ഞല്ലോ, വികസന സദസ്സ്, അത് ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു. ഇത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞങ്ങളെ ക്ഷണിച്ചാൽ മതി. അല്ല, അത് അവരുടെ ഇഷ്ടം. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇത് പറഞ്ഞത് ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഏത് മതസംഘടനകൾക്കും അതിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല. അതൊക്കെ അതാത് മതസംഘടനകൾ, സാമുദായിക സംഘടനകൾ തീരുമാനമെടുത്ത് പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാം. അത് അവരുടെ അഭിപ്രായം. അതിലൊന്നും ഞങ്ങൾ ഒരു കാലത്തും കൈകടത്താറില്ല. സർക്കാർ വലിയൊരു പരിപാടിയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് ഈ പറഞ്ഞ ആരോപണങ്ങൾ അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ശ്രമം അല്ല, ഉറപ്പായിട്ട് ചോദിക്കുമല്ലോ. ഇതിപ്പോ നമ്മൾ നിങ്ങൾ വഴി നമ്മൾ പറയുന്നത് ജനങ്ങളോടല്ലേ ചോദിക്കുന്നത്. ഇവരുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയല്ലോ, അയ്യപ്പ ഭക്തർ തിരിച്ചറിയല്ലോ. ഇവർ ആ അഫിഡവിറ്റ് ഇപ്പോഴും കിടക്കാണ്. നിയമമന്ത്രിയും ദേവസ്വം മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും ഒന്നും അതിനെപ്പറ്റി മിണ്ടാട്ടില്ല. ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കിടക്കാണ്.
ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിക്കുന്ന, അതിന് പിന്തുണ കൊടുക്കുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. അത് പിൻവലിക്കുമോ? അപ്പോ അത് പിൻവലിക്കുമോ? അത് പറയണ്ടേ? ഈ കേസുകൾ പിൻവലിക്കുമോ? ശബരിമലയിലെ വികസനത്തിന് വേണ്ടി പണം ചെലവാക്കുമോ? അല്ല, 10 കോടി, ഞാൻ പറയില്ല, 82 ലക്ഷം കൊടുക്കേണ്ടത് 10 കോടി കൊടുക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപിച്ചു. 10 കോടി പോട്ടെ, സ്ഥിരം കൊടുക്കുന്ന 82 ലക്ഷം പോലും കൊടുത്തിട്ട് 3 കൊല്ലമായി. റോഡ് വികസനത്തിന് പൈസ കൊടുക്കുന്നില്ല, ഒന്നിനും പൈസ കൊടുക്കുന്നില്ല. അല്ല, കവനന്റ് പ്രകാരം സർക്കാർ കൊടുക്കേണ്ട ആന്റണി ഗവൺമെന്റ് 82 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ച ആ തുക 3 കൊല്ലമായിട്ട് കൊടുക്കുന്നില്ല. 10 കോടി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ്. 82 ലക്ഷം എല്ലാ വർഷവും 10 കോടിയാക്കി പ്രഖ്യാപിച്ചാണ് ബജറ്റിൽ. ഈ 82 കൊടുത്തിട്ടില്ല, പിന്നെയാണ് 10 കോടി കൊടുക്കുന്നത്. അപ്പൊ കാപട്യാണ്. അല്ല, എന്റെ അനുവാദത്തോടു കൂടിയല്ല സംഘാടക സമിതിയിൽ എന്റെ പേര് വെച്ചു. സാധാരണ നമ്മൾ ആരെയും സംഘാടക സമിതിയിൽ വെച്ചാലും വിളിച്ചൊന്ന് ചോദിക്കും. എന്റെ അനുവാദം ഇല്ലാതെയാണ് എന്റെ പേര് വെച്ചത്. ഇന്നലെ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ വന്നു. എന്നോട് ആ സമയത്ത് ഞാൻ ഉണ്ടാവുമോ ഒന്നും ചോദിച്ചിട്ടല്ല ഇവിടെ വന്നത്. എന്നിട്ട് ഇവിടെ വന്ന് കത്ത് കൊടുത്തിട്ട് അദ്ദേഹം പുറത്തുപോയി, ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് വാർത്ത കൊടുത്തു. എന്നെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും കാണണ്ടാന്ന് പറയുമോ? ഞാൻ ഇതുവരെ ആരോടും എന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരാളോടും ഞാൻ കാണണ്ടാന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇതൊരു എന്റെ വീടല്ലേ, പൊതു വീടല്ലേ. ഇവിടെ ആര് കാണണം എന്ന് പറഞ്ഞാലും അവർക്ക് അനുമതി കൊടുക്കും. എന്നോട് സംസാരിച്ചിട്ടില്ല. എന്നോട് സംസാരിക്കാതെ ഞാനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് കത്ത് കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത് മര്യാദകേടാണ്. ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല. അദ്ദേഹം ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എന്നോട് വിളിച്ച് വന്നതിന് ഇനിയും കാണാൻ തയ്യാറാണ്. ഇല്ല, തെറ്റാണ്. അതെങ്ങനെ വരുന്നത്? എന്നോടൊന്ന് അദ്ദേഹം കൊടുത്ത വാർത്തയാണ്. അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഞാൻ വാർത്ത 2:35 വാർത്ത കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കില്ലെന്ന്. അപ്പോഴാണ് ഞാൻ ഓഫീസിൽ ചോദിക്കുന്നത്, അദ്ദേഹം വന്നോന്ന് ചോദിക്കുന്നത്. എന്തൊരു മര്യാദയാണ്. നമ്മളോട് ഇനിയും വന്ന് ചോദിച്ചു. ഞാനുള്ള സമയത്ത്, ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എപ്പോഴാണ് വരാൻ സൗകര്യമുള്ളതെന്ന് പറഞ്ഞാൽ കാണാം. ദേവസ്വം ബോർഡ്, ഞാൻ അദ്ദേഹത്തെ കണ്ടാൽ സംസാരിക്കുന്ന ആളല്ലേ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണുന്നതിന് എന്തിനാണ് ഇത്രയും ഒരു ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടല്ലേ അയ്യപ്പ സംഗമം നടത്തുന്നത്? ഈ സ്വാമി അയ്യപ്പനെയും ഈ ശബരിമല ക്ഷേത്രത്തെയും സങ്കീർണമായ ഒരു അവസ്ഥയിൽ എത്തിച്ച സർക്കാരാണിത്, അല്ലേ? ഗവൺമെന്റാണ് അതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. അവരുണ്ടാക്കിയ അവിടുത്തെ ആചാര ലംഘനത്തിന് പോലീസിന്റെ പിന്തുണയോടുകൂടി കൂട്ടുന്ന ആളുകളാണ് അവര്. അവിടെ നടത്തിയ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുന്ന ആളുകളാണ്. അയ്യപ്പ ഭക്തർ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനും കേസുകൾ എടുത്ത് അവരെ ജയിലിലാക്കാനും ശ്രമിച്ച ആളുകളാണ്. അപ്പൊ കേസ് പിൻവലിക്കണ്ടേ? പിന്നെ ആചാര ലംഘനത്തിന് പിന്തുണ കൊടുക്കുന്ന നവോത്ഥാന സമിതി രൂപീകരിച്ച് മതില് കെട്ടിയ ആളുകളാണ്. അപ്പൊ അതൊക്കെ തള്ളിപ്പറയണ്ടേ? അതെല്ലാം തള്ളിപ്പറയണ്ടേ? ഉറപ്പായിട്ടും അല്ലല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡ് ആണ് ശരിക്കും HRA ആക്ട് അനുസരിച്ചിട്ട് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഒരു ധർമ്മ സ്ഥാപനമാണ്. അവരാണത് ചെയ്യേണ്ടത്. ഇതിപ്പോ സർക്കാരല്ലേ മുമ്പിൽ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ പരിപാടി ചെയ്യുന്നത്. സർക്കാരല്ലേ അവിടെ നടത്തിയ എല്ലാ കുഴപ്പങ്ങളുടെയും പുറകിൽ അവരല്ലേ പുറകില്. അവരാണല്ലോ എല്ലാത്തിന്റെയും പുറകിൽ. എന്നിട്ട് ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളെ പിന്തിരിപ്പന്മാരും ഫ്യൂഡലിസ്റ്റുകളുമായി ആക്ഷേപിച്ചു. ഞങ്ങളെ UDF നേതൃത്വത്തെ പിന്തിരിപ്പന്മാരും ഫ്യൂഡലിസ്റ്റുകളുമാണ് എന്ന് പറഞ്ഞു. ഇവര് പ്രോഗ്രസീവായിട്ടുള്ള ആളുകൾ, നവോത്ഥാനത്തിന്റെ വക്താക്കൾ. അവരാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കി, മതില് കെട്ടി, സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന ആളുകളാക്കി. ഞങ്ങളെ പിന്തിരിപ്പന്മാരാക്കിയില്ലേ? മറുപടി പറയണ്ടേ? ഇപ്പൊ ഈ കാര്യങ്ങൾ, ഈ ശബരിമലയിലെ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി പറയാതെ 9 വർഷം നടത്താത്ത അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി നടത്തുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ
എന്തിനു വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത്? അത് തന്നെ ഞങ്ങളും ചോദിക്കുന്നുള്ളൂ. അദ്ദേഹം എന്തൊക്കെ പറയുന്നത്? രാവിലെയും വൈകുന്നേരവും എന്തെല്ലാം മാറ്റി മാറ്റി പറയുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ആ രാജേഷ് കൃഷ്ണനും മകനും തമ്മിലുള്ള ബന്ധത്തിന് ഈ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്ന അതേ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കാരണം വർഗീയമായി ഇതൊക്കെ തിരിഞ്ഞ് മാറ്റാനുള്ള ശ്രമം അവർ നടത്തുന്നു. ഒപ്പം ഭക്തജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിനെ പ്രതിപക്ഷ നേതാവ് എടുക്കും. ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? ഭക്തജനങ്ങൾക്ക് എതിരായിട്ടാണ്, അയ്യപ്പ ഭക്തർക്ക് എതിരായിട്ടുള്ള കാര്യമാണ് സുപ്രീം കോടതിയിൽ നിലവിലിരിക്കുന്ന അഫിഡവിറ്റ് ആണല്ലോ. സത്യവാങ്മൂലം, അവിടെ ആചാര ലംഘനത്തിന് പിന്തുണ കൊടുക്കുന്ന സത്യവാങ്മൂലം, അത് സർക്കാരിന്റെയാണ്. സർക്കാർ കൊടുത്തിരിക്കുന്ന UDF സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയിട്ടാണ് LDF സർക്കാർ ആചാര ലംഘനത്തിന് കൂട്ടുവയ്ക്കുന്ന സത്യവാങ്മൂലം കൊടുത്തത്. അത് അവിടെ നിൽക്കാണ്. അപ്പോൾ കാണിക്കുന്ന അയ്യപ്പ ഭക്തി കാപട്യമാണ്. ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ ഇപ്പോഴും സർക്കാരിന്റെ നിലപാട് അതാണ് ആണല്ലോ. അതല്ലേ? അത് ചോദിക്കണ്ടേ ഞങ്ങൾക്ക്? അല്ല, ഞാൻ ചോദിക്കട്ടെ, 9 കൊല്ലമായിട്ട് ശബരിമലയുടെ വികസനത്തിന് ചെറുവിരലനക്കാത്ത സർക്കാർ ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി മാസ്റ്റർ പ്ലാൻ വെച്ചാൽ അത് അടുത്ത സർക്കാർ നടത്തിക്കോളും. ഇവര് നടത്തണ്ട. അതൊക്കെ ഞാൻ പറഞ്ഞ കാപട്യത്തിന്റെ ഏറ്റവും വലിയ മകുട ഉദാഹരണമല്ലേ. 9 വർഷം. എന്നാൽ ഞങ്ങള് UDF സർക്കാർ തുടങ്ങിയ വനഭൂമി ഏറ്റെടുത്ത് തുടങ്ങിയ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ എവിടെ എത്തിയത്? തൊട്ടില്ല. അവർ ചെറുവിരലനക്കാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി മാസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ച അതിൽ ആർക്ക് വിശ്വാസമുണ്ട്? അല്ല, ഞങ്ങളാ ചോദിക്കുന്നത്. ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യമാണിത്. ഈ ചോദ്യത്തിന് ഒരു ഗവൺമെന്റ് മറുപടി പറയട്ടെ. 9 കൊല്ലം എവിടെ പോയിരുന്നു ശബരിമല വികസനം? ഒരു അവ്യക്തതയില്ലല്ലോ. ഞങ്ങൾ ചോദിച്ചത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ. സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ. എന്നിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാം. ഇതിപ്പോ ബഹിഷ്കരിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യാൻ രാഷ്ട്രീയ സമ്മേളനം അല്ല അവിടെ നടക്കുന്നത്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ലല്ല കേക്ക്, അത് അപ്രസക്തമാണ്. ആ ചോദ്യം അവിടെ രാഷ്ട്രീയ സമ്മേളനവും പൊതുയോഗവും നല്ലതാണ്. ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ പറയുന്ന എന്നോട് തീർക്കാൻ സമ്മതിക്കുക. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. ഞങ്ങൾ വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയട്ടെ. ബഹിഷ്കരണമൊന്നും പങ്കെടുക്കുകയില്ല എന്നുള്ളത് അപ്രസക്തമായ കാര്യമാണ്. ഞാൻ പറയല്ലോ, അവിടെ നടക്കുന്ന രാഷ്ട്രീയ സമ്മേളനമാണോ ബഹിഷ്കരിക്കുകയോ സമ്മേളനം നടത്താൻ? അതിന് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ ഈ ചോദ്യങ്ങൾക്ക് ശബരിമലയിലെ അയ്യപ്പ ഭക്തരായ ആളുകൾ, വിശ്വാസികളായ ആളുകൾ, ഞങ്ങൾ അവരെ കൂടെ ആയിരുന്നെന്ന് ആർക്കും തർക്കമില്ലല്ലോ. അതിനുവേണ്ടി ആക്ഷേപം കേട്ട പിന്തിരിപ്പന്മാരല്ലേ ഞങ്ങള്? ഫ്യൂഡലിസ്റ്റുകളല്ലേ? ആ ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണെന്ന് വിചാരിച്ചു. അതിന് മറുപടി പറയട്ടെ തന്നെ. നിങ്ങളെങ്ങനെ ഞങ്ങളെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുന്നത്? ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയട്ടെ. എന്നിട്ട് അതിന്റെ സത്യസന്ധത ചെയ്തില്ലല്ലോ. എന്നാ നിയമസഭയിൽ പറഞ്ഞ 4 കൊല്ലമായി. നിയമസഭയിൽ പറഞ്ഞിട്ട് 4 കൊല്ലം. നിയമസഭയിൽ 5 കൊല്ലം 4.5 കൊല്ലമായി. വന്നപ്പോ തന്നെ പറഞ്ഞാണ് ഒറ്റ കേസ്. ഇവർക്കെതിരെ കേസ് നിൽക്കുകയാണ്. എല്ലാ അയ്യപ്പ ഭക്തർക്കെതിരായി കേസ് നിൽക്കുകയാണ്.